കാലത്തിനൊത്ത കാരുണ്യം. സേക്രഡ് ഹാർട്ട് കോൺവെന്റ്, തലശ്ശേരി. കോവിഡ് മഹാമാരിയുടെ പിടിയിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെട്ടുവെന്ന് തീർത്തും പറയാനാവാത്ത കാലം. 2020-21 ഒക്ടോബർ മാസത്തിലെ ഒരു പ്രഭാതത്തിൽ തലശ്ശേരി ഹോളി റോസറി ഇടവക വികാരിയായ ഫാദർ ബിനു ക്ലീറ്റസ് സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ചാപ്പലിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ വന്നപ്പോൾ ഗേറ്റിനു മുൻപിൽ ഒരു മനുഷ്യൻ അതീവ ദുഃഖത്തോടെ നിൽക്കുന്നത് കണ്ടു. അച്ഛൻ കാര്യമന്വേഷിച്ചപ്പോൾ അയാളുടെ ഭാര്യ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും സഹായത്തിന് ആരും കൂടെ ഇല്ലെന്നും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടെന്നും അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. അയാളുടെ മാതൃഭാഷ ഹിന്ദി ആയതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനായി അച്ഛൻ അയാളെ കോൺവെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഹിന്ദി അധ്യാപികയായ സിസ്റ്റർ സലീറയുടെ സഹായത്തോടെ വിവരങ്ങൾ മനസ്സിലാക്കിയ സിസ്റ്റേഴ്സ് ജനറൽ ആശുപത്രിയിലെത്തിയപ്പോൾ സുനിൽ എന്ന പേരുള്ള ഇയാളുടെ 3 മാസം പ്രായമായ കുഞ്ഞിനെയും ആ കുഞ്ഞിനെ കൈകളിൽ എടുക്കാൻ പോലും കഴിയാതെ മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഒരു മൂലയിൽ പേടിച്ചിരിക്കുന്ന ഇയാളുടെ ഭാര്യ റബേക്കയെ കാണാനിടയായി. സിസ്റ്റേഴ്സ് റബേക്കയെയും ചികിത്സിക്കുന്ന ഡോക്ടർ ബിജുവിനെയും കണ്ട് രോഗങ്ങൾ തിരക്കിയപ്പോൾ മാനസികമായ അസ്വാസ്ഥ്യം കൂടാതെ ഒരു പ്രത്യേക തരത്തിലുള്ള വാതരോഗവുമുണ്ട്. ആയതിനാൽ കൈവിരലിൻ്റെ അറ്റത്ത് പോലും തൊട്ടാൽ അതിഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നതിനാൽ തൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലും ഒന്ന് എടുക്കുവാൻ അവർ മടി കാണിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. ആ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ സിസ്റ്റേഴ്സ് അമ്മയെയും കുഞ്ഞിനെയും കോൺവെന്റിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. അവർക്ക് വേണ്ട ഭക്ഷണം, മരുന്ന്, മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നൽകി ആ കുടുംബത്തെ പൂർണ്ണമായും സിസ്റ്റേഴ്സ് ഏറ്റെടുത്തു. ഡോക്ടർ ബിജുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു മാനസിക ആരോഗ്യ വിദഗ്ധൻ്റെ കൂടെ ചികിത്സ ലഭ്യമാകേണ്ടതിനാൽ റബേക്കയെ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നിർമ്മലഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 3 ആഴ്ചയോളം അവിടുത്തെ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ നടന്ന മെച്ചപ്പെട്ട ചികിത്സ കൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുക്കുവാൻ മാത്രം മാനസികവും ശാരീരികവുമായ ആരോഗ്യം അവർ വീണ്ടെടുക്കാനായി. വാതരോഗമായതിനാൽ ആയുർവേദം ഫലിക്കും എന്ന് കരുതി ആ വഴിക്ക് ചികിത്സ നടത്തിയെങ്കിലും വലിയ വ്യത്യാസമൊന്നും കാണാതിരുന്നതുകൊണ്ട് മാഹിയിലുള്ള കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി റബേക്കയെ പ്രവേശിച്ചു. തുടർച്ചയായ 6 മാസത്തെ വൈദ്യസഹായവും പരിചരണവും ലഭിച്ചപ്പോൾ റബേക്കയ്ക്ക് സാധാരണ സ്ഥിതിയിലേക്ക് തിരിച്ചു വരാനായി സാധിച്ചു. സുനിൽ ദേബിക ജോയൽ എന്ന ഈ ദമ്പതികളുടെ സ്വഭവനം ബംഗാളിലാണ്. വിവാഹശേഷം ഒരു പാസ്റ്ററിലൂടെ ക്രിസ്തുവിനെ അറിയുകയും 2 വർഷത്തോളം ഇവർ രഹസ്യമായി പള്ളിയിലും മറ്റ് പ്രാർത്ഥനാ കൂട്ടായ്മകളിലും പങ്കെടുക്കുകയുണ്ടായി. മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി ജീവിക്കാനുള്ള ഈ ദമ്പതികളുടെ ആഗ്രഹം ഇവർ അവരുടെ വൈദികനെ അറിയിക്കുകയും 2018 ഈസ്റ്റർ ഞായറിൽ ഇവർ സഭയിലെ അംഗമാവുകയും ചെയ്തു. എൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ച് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന യേശുനാഥൻ്റെ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഈ ദമ്പതിമാർ കാത്തിരുന്നത് പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ആയിരുന്നു. 2 വർഷത്തോളം ഇവർ അത് സഹിച്ചു നിന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് തങ്ങളോടൊപ്പം തങ്ങളുടെ സ്വന്തം കുഞ്ഞും ഇരയാകേണ്ടി വരുന്നത് കണ്ടപ്പോൾ 2020 ഒക്ടോബർ മാസത്തിൽ ആരോടും യാത്ര പറയാതെ വളരെ രഹസ്യത്തിൽ ട്രെയിൻ കയറി കണ്ണൂരിൽ ഇറങ്ങുകയും തുടർന്ന് ജോലിക്കായി തലശ്ശേരിയിൽ എത്തുകയുമായിരുന്നു. ഇവർ കത്തോലിക്കരാണെന്ന് മനസ്സിലായപ്പോൾ ഇവർക്കുള്ള 2 മക്കൾക്കും മാമോദീസ നൽകുവാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സിസ്റ്റേഴ്സ് ഒരുക്കി. 2021 ഡിസംബർ 14 ഹോളി റോസറി ദേവാലയത്തിൽ വച്ച് ഫാദർ ബിനു ക്ലീറ്റസിൻ്റെ കാർമ്മികത്വത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ജോയൽ, ജോഷുവ എന്ന നാമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ കുഞ്ഞുങ്ങളുടെ തലതൊട്ടപ്പന്മാർ മിനി ടീച്ചറും ഷാജി മാഷും ആയിരുന്നു. ഇവർ 2 പേരും നിത്യസമ്മാനത്തിനായി അടുത്ത നാളുകളിൽ വിളിക്കപ്പെട്ടു. സിസ്റ്റേഴ്സ് ഇവർക്ക് ഒരു വാടക വീട് തരപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഇവരുടെ ജീവിതം കുറച്ചുകൂടെ സുഗമമായി.
മാനസിക അസ്വാസ്ഥ്യമുള്ളവരുടെ ചുറ്റുപാടുകൾ മെച്ചപ്പെടുത്താവുമ്പോൾ മനസ്സിൻ്റെ ആരോഗ്യവും മെച്ചപ്പെട്ടതാകുമല്ലോ. സേക്രഡ് ഹാർട്ട് സ്കൂളിലെ അധ്യാപകരും ഹോളി റോസറി ഇടവകയിലെ ജനങ്ങളും സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു. ഇവരുടെ ഉദാരമായ സംഭാവന ഈ കുടുംബത്തിന് മാന്യമായി ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി. അതുപോലെ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ ടീച്ചേഴ്സും കോൺവെൻറ്റിലെ അഭ്യുതകാംക്ഷികളും ഉദാരമായി നൽകിയ സംഭാവനകൾ കുട്ടികളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഗൃഹനാഥനായ സുനിൽ ഇപ്പോൾ ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പ്രാപ്തനായിരിക്കുന്നു. റബേക്കയ്ക്ക് ഒരു ഗൃഹനാഥ എന്ന നിലയിലുള്ള തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. 2024 ഡിസംബർ 5 ഹോളി റോസറി ഇടവക അംഗവും വിധവയും അസുഖവുമുള്ള 2 ആൺകുട്ടികളുമുള്ള മേരി കൊറിയ എന്ന സ്ത്രീക്ക് സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് 12 ലക്ഷം രൂപയുടെ ഒരു ഭവനം നൽകുകയുണ്ടായി. ഈ ഭവനത്തോട് ചേർന്ന് 3 സെൻറ് സ്ഥലം റബേക്ക സുനിലിൻ്റെ കുടുംബത്തിന് നൽകുവാൻ തീരുമാനിക്കുകയും ചെയ്തു. 2025 ഫെബ്രുവരി 16 കണ്ണൂർ സഹായമെത്രാൻ്റെ സാന്നിധ്യത്തിൽ സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് ദാനമായി നൽകിയ സ്ഥലത്തിൻ്റെ ആധാരം ഈ കുടുംബത്തിന് കൈമാറി. സ്വന്തമായി ഒരു ഭവനം എന്ന ഈ കുടുംബത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കോൺവെൻറ്റിനോടൊപ്പം ഹോളി റോസറി ഇടവകയും കൈകോർത്തതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ സഭാസ്ഥാപക ധന്യയായ മദർ വേറോനിക്ക തെളിച്ച പാതയിലൂടെ ചരിച്ച് ഒരു കൊച്ചു കുടുംബത്തിന് അത്താണിയാകുവാൻ, സമൂഹത്തിന് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികൾ ആകുവാൻ സാധിച്ചതിൽ ദൈവപിതാവിന് നന്ദി. തിരുഹൃദയ തണലിലേക്ക് ആകർഷിക്കപ്പെട്ട ഈ കുടുംബം ഇന്നും ഇവരുടെ ജീവിതത്തെ തിരുഹൃദയത്തിനോടും സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റിലെ ഓരോ സിസ്റ്റേഴ്സിനോടും അവരുടെ ആദരവും സ്നേഹവും ആത്മാർത്ഥമായി പ്രകടമാക്കാറുണ്ട്. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു താങ്ങാവാൻ, കരുത്താകാൻ, വഴി നടത്താൻ ഒരു കച്ചിത്തുരുമ്പുണ്ടാവുകയെന്നത് മഹാഭാഗ്യമാണ്. അതാണ് ഈ തിരുഹൃദയമുറ്റത്ത് വരുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത്. പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ അനുഭവിക്കാനും അതുവഴി നന്മ നിറഞ്ഞ ജീവിതം നയിക്കാനും സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.